വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 25 ഓൺലൈനേഴ്സ് ആണ്. അതായത് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഏതായിരിക്കും ആ ടോപ്പിക് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? അതായത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഇന്നലെ ആക്ച്വലി ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തതിനായിരുന്നു ന്യൂട്രീഷണൽ റിക്വയർമെന്റ് അല്ലെ, ന്യൂട്രീഷണൽ റിക്വയർമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് കിട്ടിയത്. സോ അങ്ങനെ അതായത് ആ ടോപ്പിക്ക് ചോദിച്ചവർക്ക് വേണ്ടി എസ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് ഓരോ ഏജ് ഗ്രൂപ്പിലെ വ്യത്യാസമാണ്, അതുപോലെ മെയിൽസിന് ഫീമെയിൽസിന് വ്യത്യാസമാണ്, കൂടാതെ പ്രഗ്നൻസിയിലെ ലാക്ടേഷനിൽ വ്യത്യാസമാണ് അല്ലെ. സോ നമുക്ക് ഈ ഡിഫറൻസ് ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് വെച്ചിട്ടുള്ള റെഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക കേട്ടോ. അതായത് നമ്മുടെ ഓരോ പ്രാവശ്യവും ഈ RDS എസ്പെഷ്യലി റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ഒക്കെ മാറി വരാറുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ അതായത് 2020 ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നത്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ RDA എന്ന് പറഞ്ഞാൽ എന്താണ്? RDA എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അല്ലെ, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. അതെന്താണ്? ആവറേജ് ഡെയിലി ഇൻടേക്ക് സഫിഷ്യന്റ് ഫോർ 97 to 98% ഓഫ് ഹെൽത്തി ഇൻഡിവിജ്വൽസ്. അതായത് ആരോഗ്യമുള്ള വ്യക്തികൾ, ഭൂരിഭാഗം ആളുകൾ കേട്ടോ, അതായത് 97 മുതൽ 98% ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ആവറേജ് ആയിട്ട് ഡെയിലി എത്ര ഇൻടേക്ക് വേണം എന്ന് പറയുന്നതാണ് നമ്മൾ RDA എന്ന് പറയുന്നത്. അതിനുശേഷം വരിക എനർജി ഈൽഡ് പെർ ഗ്രാം. അതായത് നമുക്കറിയാല്ലേ, പ്രോട്ടീന്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് മെയിൻലി ഈ എലമെന്റ്സിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും എനർജി ഈൽഡ് ചെയ്യുക. സോ നമുക്ക് ഓരോന്നിന്റെയും എനർജി ഈൽഡ് എത്രയാ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ ആണെങ്കിൽ 4 കിലോ കാലറി പെർ ഗ്രാം ആണ്, ഫാറ്റ് ആണെങ്കിലോ 9 കിലോ കാലറി പെർ ഗ്രാം ആണ്, കാർബോഹൈഡ്രേറ്റ് അഗൈൻ 4 കിലോ കാലറി അല്ലെ. അപ്പം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എനർജി ഈൽഡിൽ സെയിം ആണ്, 4 കിലോ കാലറി പെർ ഗ്രാം ആണ്. ഫാറ്റിനാണ് വരിക 9 കിലോ കാലറി പെർ ഗ്രാം അല്ലെ. അതേസമയം ഫൈബറിനാണെങ്കിലോ 2 കിലോ കാലറി പെർ ഗ്രാം ആണ് എന്നുകൂടി ഓർക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റെഫറൻസ് ഇന്ത്യൻ മാനും റെഫറൻസ് ഇന്ത്യൻ വുമണും കേട്ടോ. എക്സാംസിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ റെഫറൻസ് ഇന്ത്യൻ മാൻ എന്ന് പറയുമ്പോൾ അവിടെ ഏജ് ഗ്രൂപ്പ് പറയുന്നത് 18 മുതൽ 39 വരെ കേട്ടോ. 18 to 39 ഇയേഴ്സ് ആണ്. 18 മുതൽ 39 വയസ്സ് വരെയാണ്. കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാലോ 65 കിലോഗ്രാം, മാറിപ്പോയത്. അതായത് റെഫറൻസ് ഇന്ത്യൻ മാൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് പറയുക 65 കിലോഗ്രാം ആണ്. ഹൈറ്റ് 1.77 മീറ്റർ ആണ് കേട്ടോ. 1.77 മീറ്റർ ഹൈറ്റ് ആണ്. കൂടാതെ BMI അറിയാലോ, ബോഡി മാസ് ഇൻഡെക്സ് അല്ലെ. അതിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. എത്രയാണ്? 20.75 20.75 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് BMI പറയുക. അവർക്ക് എന്തൊക്കെയാണ്? ഫ്രീ ഫ്രം ഡിസീസ് ആൻഡ് ഫിസിക്കലി ഫിറ്റ് ഫോർ ആക്റ്റീവ് വർക്ക്. അവർക്ക് ഡിസീസ് ഉണ്ടാകരുത്, കൂടാതെ അവർ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ആക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട്. സോ ഇതാണ് റെഫറൻസ് ഇന്ത്യൻ മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റെഫറൻസ് ഇന്ത്യൻ മാന്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. നെക്സ്റ്റ് അതുപോലെ തന്നെ റെഫറൻസ് ഇന്ത്യൻ വുമൺ ആണെങ്കിലോ ഏജ് ഗ്രൂപ്പ് സെയിം ആണ്. 18 മുതൽ 39 വയസ്സ് വരെയാണ്. വെയിറ്റ് ആണെങ്കിലോ 55 കിലോഗ്രാം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു മാൻ ആണെങ്കിൽ 65 കിലോഗ്രാം ആണ്, ഫീമെയിൽസ് ആണെങ്കിലോ 55 കിലോഗ്രാം 55 കിലോഗ്രാം ആണ്. ഹൈറ്റ് 1.62 മീറ്റർ. ആക്ച്വലി ഇത് മെയിൽസും ഫീമെയിൽസും ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് കഴിയും കേട്ടോ. മെയിൽസിനാണെങ്കിൽ ഹൈറ്റ് എത്രയായിരുന്നു? 1.77 മീറ്റർ ആണ്. ഫീമെയിൽസിനാണെങ്കിലോ 1.62 മീറ്റർ ആണ് ഹൈറ്റ് ആയിട്ട് പറയുക. BMI ആണെങ്കിലോ 20.95 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. കൂടാതെ സെയിം കാര്യം തന്നെയാണ്, ഫ്രീ ഫ്രം ഡിസീസ്, കൂടാതെ ഫിസിക്കലി ആക്റ്റീവ് ഫോർ വർക്ക്. അതുകൂടാതെ അവർക്ക് 8 മണിക്കൂർ റെസ്റ്റ് കിട്ടിയിരിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ റെഫറൻസ് ഇന്ത്യൻ മാന്റെയും റെഫറൻസ് ഇന്ത്യൻ വുമന്റെയും ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എനർജി റിക്വയർമെന്റ്സ് ആണ്. ICMRന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ളതാണ് പറയുക. സെഡൻഡറി മാൻ ആണെങ്കിൽ 2110 കിലോ കാലറി പെർ ഡേ കേട്ടോ. സെഡൻഡറി മാൻ ആണെങ്കിൽ 2110 കിലോ കാലറി പെർ ഡേ. മോഡറേറ്റ് ആക്ടിവിറ്റി മാൻ ആണെങ്കിലോ 2710 കിലോ കാലറി പെർ ഡേ. ഹെവി ആക്ടിവിറ്റി മാൻ ആണെങ്കിലോ 3470 കിലോ കാലറി പെർ ഡേ. അതേസമയം സെഡൻഡറി വുമൺ ആണെങ്കിലോ 1660 കിലോ കാലറി പെർ ഡേ. മോഡറേറ്റ് ആക്ടിവിറ്റി വുമൺ ആണെങ്കിലോ 2130 കിലോ കാലറി പെർ ഡേ. ഹെവി ആക്ടിവിറ്റി വുമൺ ആണെങ്കിൽ 2720 കിലോ കാലറി പെർ ഡേ. ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഒരു ടേബിൾ വരച്ചു പഠിക്കുക കേട്ടോ. അതായത് സെഡൻഡറി, മോഡറേറ്റ് ആക്ടിവിറ്റി, ഹെവി ആക്ടിവിറ്റി, മെയില്, ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ വരച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ആ ടേബിൾ ഇടയ്ക്ക് കുറേ പ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ.
നെക്സ്റ്റ് നമ്മൾ പറയുക പ്രഗ്നൻസിയിൽ എനർജി റിക്വയർമെന്റ് എന്ത് ചേഞ്ച് ആണ് വരിക അല്ലെ. പ്രഗ്നൻസിയിലെ എനർജി റിക്വയർമെന്റ് അല്ലെങ്കിൽ എനർജി നീഡ് എന്ന് പറയുന്നത് 350 കിലോ കാലറി പെർ ഡേ കൂടും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ 350 കിലോ കാലറി കൂടെ കൂടുന്നു. ലാക്ടേഷൻ സമയത്താണെങ്കിലോ, അതായത് ആദ്യത്തെ 6 മാസമാണ്, കുഞ്ഞിന് ആദ്യത്തെ 6 മാസമാണെങ്കിൽ നമ്മുടെ അഡീഷണൽ ആയിട്ട് നമുക്ക് 600 കിലോ കാലറി പെർ ഡേ വേണം. അതേസമയം ലാക്ടേഷൻ 7 months to 12 months കേട്ടോ, കുഞ്ഞിന് 7 മാസം മുതൽ 12 മാസം ആകുന്നത് വരെയാണെങ്കിൽ ലാക്ടേഷൻ സമയത്ത് 520 കിലോ കാലറി അധികമായിട്ട് വേണ്ടിവരും. കൂടാതെ അഡൾട്ട് പ്രോട്ടീൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 0.83 ഗ്രാം പെർ kg പെർ ഡേ കേട്ടോ. അതായത് ഒരു ദിവസം ഒരു അഡൾട്ടിന്റെ പ്രോട്ടീൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0.83 ഗ്രാം പെർ kg ആണ്. കൂടാതെ അഡൾട്ട് എനർജി റിക്വയർമെന്റ് ഫോർ മെയിൽ, ഇത് ആക്ച്വലി നമ്മുടെ വെയിറ്റ് അനുസരിച്ചാണ് പറയുക. നേരത്തെ എന്തായിരുന്നു? റെക്കമെൻഡഡ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് മെയിൽസിന് 65 kg ഫീമെയിൽസിന് 55 kg നമ്മൾ നേരത്തെ പറഞ്ഞത് കേട്ടോ. ഇവിടെ ആക്ച്വലി വെയിറ്റ് അനുസരിച്ചാണ് പറയുക. അഡൾട്ട് എനർജി റിക്വയർമെന്റ് ഫോർ മെയിൽസ് എന്ന് പറയുന്നത് 32 കിലോ കാലറി പെർ kg പെർ ഡേ ആണ്. അതേസമയം അഡൾട്ട് എനർജി റിക്വയർമെന്റ് ഫോർ ഫീമെയിൽ ആണെങ്കിലോ 30 കിലോ കാലറി പെർ kg പെർ ഡേ. കൂടാതെ പ്രോട്ടീൻ ഷുഡ് കോൺട്രിബ്യൂട്ട് 10 to 12% ഓഫ് ഡെയിലി എനർജി ഇൻടേക്ക്. ഫാറ്റ് ആണെങ്കിലോ ഫാറ്റ് ഷുഡ് കോൺട്രിബ്യൂട്ട് 20 to 30% ഓഫ് ടോട്ടൽ എനർജി ഇൻടേക്ക്. അതുകൂടാതെ കാർബോഹൈഡ്രേറ്റ് ആണ്, നമുക്ക് അറിയാം അല്ലെ, നമ്മുടെ ഫുഡിൽ ഏറ്റവും കൂടുതൽ വരിക എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 50 മുതൽ 80% ടോട്ടൽ എനർജി ആണ് കാർബോഹൈഡ്രേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. കൂടാതെ RDA റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ഫോർ കാൽഷ്യം ഇൻ അഡൽട്സ് അത് മെയിൽസും ഫീമെയിൽസും സെയിം തന്നെയാണ്. കാൽഷ്യത്തിന്റെ RDA എത്രയാണ് പറയുന്നത്? 1000 milligram പെർ ഡേ, അതായത് 1 gram പെർ ഡേ അല്ലെ. അതേസമയം RDA ഫോർ കാൽഷ്യം ഡ്യൂറിംഗ് ലാക്ടേഷന്റെ സമയത്ത് കാൽഷ്യത്തിന്റെ RDA എത്രയാണ്? 1200 milligram പെർ ഡേ ആണ്. കൂടാതെ RDA ഫോർ അയൺ, അതായത് പ്രഗ്നന്റ് വിമൻ ആണെങ്കിൽ 27 milligram പെർ ഡേ ആണ്. കൂടാതെ ലാക്ടേഷൻ ആണെങ്കിൽ 23 milligram പെർ ഡേ ആണ് കൂടി ഓർക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എഗ് പ്രോട്ടീൻ എന്താണ്? ഇസ് കൺസിഡേർഡ് ആസ് റെഫറൻസ് പ്രോട്ടീൻ കേട്ടോ. റെഫറൻസ് പ്രോട്ടീൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? എഗ് പ്രോട്ടീൻ ആണ്. കൂടാതെ മൈ പ്ലേറ്റ് ഫോർ ദ ഡേ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? ICMR അറിയാം അല്ലെ, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അല്ലെ. ICMRന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ആണ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു അച്ചീവ് ബാലൻസ്ഡ് ഡയറ്റ് ഫ്രം ഡിഫറെന്റ് ഫുഡ് ഗ്രൂപ്പ്സ്. അതായത് ഡിഫറെന്റ് ഫുഡ് ഗ്രൂപ്പ്സിൽ നിന്ന് നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ICMRന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ റെക്കമെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ആശയമാണ് എന്ത്? മൈ പ്ലേറ്റ് ഫോർ ദ ഡേ. ചോദിക്കാം കേട്ടോ, മൈ പ്ലേറ്റ് ഫോർ ദ ഡേ. നെക്സ്റ്റ് നമ്മൾ കിലോ കാലറി പല പ്രാവശ്യം പറഞ്ഞല്ലോ. എന്താണ്, നമുക്ക് എങ്ങനെയാണ് കിലോ കാലറി ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയുക? കിലോ കാലറി ഇസ് ഡിഫൈൻഡ് ആസ് ദ ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 kilogram ഓഫ് വാട്ടർ ബൈ 1 degree Celsius അല്ലെ. അതായത് 1 kilogram ജലത്തെ അല്ലെങ്കിൽ വെള്ളത്തെ നമുക്ക് എന്താണ് 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് ആവശ്യമുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? കിലോ കാലറി എന്ന് പറയുക. അതായത് ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.5 ഡിഗ്രി ടു 15.5, അതായത് 14.5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 15.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് 1 കിലോഗ്രാം വാട്ടർ ഹീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ ഈ 1 ഡിഗ്രി മാറാനായിട്ട് നമുക്ക് എത്രത്തോളം ഹീറ്റ് വേണം? അതിനാണ് നമ്മൾ എന്ത് പറയുക? കിലോ കാലറി എന്ന് പറയുക. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ എനർജി റിക്വയർമെന്റ് കേട്ടോ. എനർജി റിക്വയർമെന്റ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 വൺ ലൈനേഴ്സ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അതായത് ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കേട്ട് പെട്ടെന്ന് മറന്നു പോവുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ്, അതായത് നമ്മൾ ആക്ച്വലി 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും, പെട്ടെന്ന് മറന്നു പോകുന്നുമില്ല. അതുകൂടാതെ നമ്മൾ ഇതൊരു 2-3 ദിവസം അടുപ്പിച്ച് റിവിഷൻ കൂടെ ചെയ്യുക കേട്ടോ. റിവൈസ് ചെയ്യുക 2-3 ദിവസം അടുപ്പിച്ച്. സോ നിങ്ങൾക്ക് ഇതെന്താണ് കുറച്ച് കൂടുതൽ നേരം നമ്മുടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇനി ഇതുപോലെ അതായത് നിങ്ങൾക്ക് പഠിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള മനസ്സിലാകാൻ പ്രയാസമുള്ള ടോപ്പിക്സ് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിൽ നിന്ന് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് ഇതുപോലെ വൺ ലൈനേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതിൽ നിന്ന് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നൽകുന്നത്. കൂടാതെ നമ്മുടെ എജ്യൂസ് അക്കാഡമിയിലെ JPHN ബാച്ചിന്റെ റിവിഷൻ ബാച്ച് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിന്റെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. DME സ്റ്റാഫ് നഴ്സിന്റെയും അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ JPHN എക്സാമിന് ഇനി വെറും 2 ആഴ്ച മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ പഠനമൊക്കെ നെക്സ്റ്റ് ഗിയർ അപ്പ് ചെയ്യാനുള്ള സമയമായി. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നുള്ള വിജയാശംസകൾ തരുന്നു.